അഷ്കർ അലി കരിമ്പയുണ്ട് വിശദാംശങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ PV അൻവർ മാധ്യമങ്ങളോട് സംസാരിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത് മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയാതെ മുഖ്യമന്ത്രിക്കുള്ള മറുപടി അത് മാധ്യമ പ്രവർത്തകരോട് എന്ന പോലെ പറഞ്ഞു വെക്കുകയായിരുന്നു അൻവർ. PV അൻവർ നിലപാട് കടുപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നേരത്തെ ഉന്നയിച്ച പരാമർശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രതികരണങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ PV അൻവർ പിന്നോട്ട് പോകുമെന്നായിരുന്നു പലരും പ്രതീക്ഷിച്ചിരുന്നത്. ആ പ്രതീക്ഷ പൂർണ്ണമായും തെറ്റിച്ചിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് അതിഗുരുതരമായ ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ ഇല്ലെങ്കിൽ തൻ്റെ നിലപാട് അത് വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ 1.5 മണിക്കൂറോളം സമയമെടുത്തുകൊണ്ട് തന്നെ PV അൻവർ ആവർത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള P ശശിക്കെതിരടക്കമുള്ള നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അത് കൂടുതൽ നിലപാടിൽ ഉറച്ചുകൊണ്ട് തന്നെ PV അൻവർ ഇന്നും മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്തു. ഏറ്റവും ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇന്ന് PV അൻവറിനെ മുഖ്യമന്ത്രി തള്ളിയെങ്കിലും ഒരു ഘട്ടത്തെ പോലും മുഖ്യമന്ത്രി തള്ളാൻ PV അൻവർ തയ്യാറായില്ല. മറിച്ച് മുഖ്യമന്ത്രിയെ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള ഉപദേശക വൃത്തങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർ അടക്കമുള്ളവർ ചേർന്ന് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നുള്ള നിലപാടാണ് PV അൻവർ സ്വീകരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനമായിക്കൊണ്ട് തന്നെ P ശശി അടക്കമുള്ളവർ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പല കാര്യങ്ങളിലും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതുപോലെ തന്നെ PV അൻവർ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. ആ തെറ്റിദ്ധാരണ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രിയോട് തന്നെ ആവശ്യപ്പെടുന്ന PV അൻവറിനെയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനമായി സ്വർണ്ണക്കടത്ത് കേസുകൾ ഊന്നിക്കൊണ്ടായിരുന്നു PV അൻവർ ഇന്ന് ഏറെ സമയം കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അത് പ്രധാനമായും അതിന് കാരണം ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ ഒരു ആളുടെ വെളിപ്പെടുത്തൽ ഒരു വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി വായിച്ചിരുന്നു. അത് വായിച്ചതുകൊണ്ട് തന്നെ അതിൽ അത്തരത്തിൽ അടിസ്ഥാനമില്ല, ആ ആരോപണങ്ങളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചത്. പക്ഷേ ആ ആരോപണങ്ങളെ, ആ നിലപാടിനെ, മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പൂർണ്ണമായും PV അൻവർ തള്ളിപ്പറഞ്ഞിരിക്കും. മാത്രമല്ല, യഥാർത്ഥത്തിൽ കരിപ്പൂർ എയർപോർട്ടിൽ പുറത്തു വരുന്ന സ്വർണ്ണ കേസുകൾ 172 കേസുകളോളമാണ് മുഖ്യമന്ത്രി ഇന്നെടുത്ത് ഉദ്ധരിച്ചത്. ആ കേസുകളൊന്നും തന്നെ യഥാർത്ഥത്തിൽ പിടിക്കാൻ കേരള പോലീസിന് അധികാരമില്ല. അത് യഥാർത്ഥത്തിൽ പിടിക്കേണ്ടിരുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരായിരുന്നു. എന്നാൽ അതിന് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതിന് പകരം പോലീസ് തന്നെ ആ കേസുകൾ പിടികൂടുകയും അത്തരത്തിൽ തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തതോടെ ആ കേസുകളൊന്നും തന്നെ ഇനി കോടതിയിൽ നിലനിൽക്കാൻ പോകുന്നില്ല. കേരള പോലീസ് അത് പിടികൂടുമ്പോൾ CRPC 102 പ്രകാരമാണ് കേസെടുക്കുന്നത്. അങ്ങനെ കേസെടുക്കുന്ന കേസുകളൊന്നും തന്നെ കോടതിയിൽ നിൽക്കാത്ത സാഹചര്യം ഉണ്ടാവും. സ്വാഭാവികമായും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ പോലീസ് ചെയ്തിരിക്കുന്നത്. 172ഓളം കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാതെയാണ് മുഖ്യമന്ത്രി ഇന്ന് അതിനെ ന്യായീകരിച്ചതെന്നും PV അൻവർ വ്യക്തമാക്കി. മാത്രമല്ല, പാർട്ടിയെ മുഖ്യമന്ത്രിയെ താൻ തള്ളിപ്പറയാൻ ഒരു ഘട്ടത്തിലും തയ്യാറല്ല. എന്നാൽ പോലീസിന്റെ മനോവീര്യം താൻ തകർക്കുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വാദം, ആ വാദം പൂർണ്ണമായും തെറ്റാണെന്ന് മുഖ്യമന്ത്രിക്കെതിരെ തന്നെ PV അൻവർ പറയുകയുമുണ്ടായി. അത് സംശയമുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ മതി. താൻ കാര്യങ്ങൾ ഉന്നയിച്ചതിന് ശേഷം പോലീസിന്റെ മനോവീര്യം ഉയരുകയാണ് ചെയ്തത്. മനോവീര്യം തകർക്കുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന 100% തെറ്റാണെന്നും PV അൻവർ പറയുമുണ്ടായി. അതുപോലെ പാർട്ടി വിടുന്നതും MLA സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ തന്നെ മാധ്യമപ്രവർത്തകർ ഉയർത്തിയിരുന്നു. എന്നാൽ ആ കാര്യങ്ങളൊക്കെ തന്നെ PV അൻവർ തള്ളിപ്പറയുകയാണ് ചെയ്തത്. താൻ പാർട്ടിയിൽ നിന്നും ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോയിട്ടില്ല. അങ്ങനെ പാർട്ടി തന്നെ തള്ളിപ്പറയുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ആരോപിക്കാം. മുഖ്യമന്ത്രിയും താൻ തള്ളിപ്പറയുന്നില്ല. കാരണം മുഖ്യമന്ത്രി പാവമാണ്. ആ പാവമായ മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ് PV അൻവർ ആവർത്തിക്കുന്നത്. അഥവാ മുഖ്യമന്ത്രിയിലേക്ക് PV അൻവർ കുറ്റം ചാർത്തുന്നില്ല എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പ്രതികരണങ്ങൾ, പ്രസ്താവനകൾ PV അൻവറിനെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രിയെ തിരിച്ച് PV അൻവറും തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് അതിലെ രാഷ്ട്രീയം. അങ്ങനെ തന്നെ നമുക്കതിലേക്ക് വായിക്കേണ്ടി വരും. പ്രത്യക്ഷമായി മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങളെ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉന്നയിച്ച ആ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ പോലും മുഖ്യമന്ത്രിക്ക് കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് PV അൻവർ വാർത്താ സമ്മേളനം നടത്തിയത്. അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വലിയൊരു വിമർശനമുണ്ടായിരുന്നു. PV അൻവറിന്റെ പഴയ രാഷ്ട്രീയം അത് കോൺഗ്രസ് രാഷ്ട്രീയമാണ് എന്നായിരുന്നു PV അൻവറിന്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ അതിനെതിരെ EMSന്റെ അടക്കം ചരിത്രം ഉന്നയിച്ചുകൊണ്ട് തന്നെ PV അൻവർ മറുപടി നൽകുകയും ചെയ്തു. EMS KPCCയുടെ പഴയ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെയാണ് താൻ പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു. അത് താൻ സമ്മതിക്കുകയും ചെയ്യുന്നു എന്ന് PV അൻവർ പറഞ്ഞു. അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓരോ കാര്യങ്ങൾക്കും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിലൂടെയാണെങ്കിലും കൃത്യമായി PV അൻവർ മറുപടി പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഏതെങ്കിലും ഘട്ടത്തിൽ PV അൻവർ പിന്നോട്ട് പോകുമെന്നാണ് നമ്മൾ കരുതിയിരുന്നതെങ്കിൽ അതിന് തയ്യാറാവാതെ നിലപാട് കടുപ്പിച്ചുകൊണ്ട് തന്നെ PV അൻവർ മുന്നോട്ട് പോയിരിക്കുന്നു.
മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയും ഓഫീസിനുമെതിരെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ അടക്കം പി വി അൻവർ തുടർച്ചയായി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ മുഖ്യമന്ത്രി എന്താ പാവയാണോ എന്നടക്കം മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അത്തരം വിമർശന ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടുള്ള ഒരു പ്രതികരണവും പി വി അൻവർ നടത്തുകയും ചെയ്തു. മാത്രമല്ല തനിക്ക് ഭീഷണിയുണ്ട്. പോലീസിൽ തന്നെ സമാന്തരമായ ഒരു വിഭാഗം ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു സമാന്തരമായ ഒരു അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണം നടത്തുന്നത് തൻ്റെ വീട്ടിൽ വരുന്നത് ആരൊക്കെയാണ്, തനിക്ക് തെളിവുകൾ നൽകുന്നത് ആരൊക്കെയാണ് എന്നുള്ള ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ പരിശോധിക്കുന്ന അത്തരത്തിൽ സമാന്തര അന്വേഷണമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജിലൻസ് അന്വേഷണത്തിലടക്കം തനിക്കിപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് അന്വേഷണത്തിൽ അതിലെ മരമുറി ലേലം ചെയ്തെടുത്ത ആളുകളുമായി ഫോട്ടോ അയച്ച് അന്വേഷണം നടത്താനാണ് ഉദ്യോഗസ്ഥർ തയ്യാറായത്. പക്ഷേ ആ മരം മുറിച്ച സ്ഥലത്ത് കൊണ്ടുപോകാനോ അവിടെ പരിശോധിക്കാനോ വിജിലൻസ് തയ്യാറാവുന്നില്ല. സ്വാഭാവികമായും വിജിലൻസിന്റെ അന്വേഷണത്തിൽ തനിക്ക് വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം കൂടി പി വി അൻവർ പങ്കുവെക്കുകയും ചെയ്തു.